ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്ററുകളെ പറ്റിയിട്ടാണ്. റെസിസ്റ്റർ എന്നുള്ള വേർഡ് നമ്മൾ 8th ലും 9th ലും ഒക്കെ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് എ റെസിസ്റ്റർ അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റർ എന്നുള്ള കാര്യമല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പകരമായി റെസിസ്റ്റർ നമുക്കൊരു സർക്യൂട്ടിലേക്ക് ഏതൊക്കെ രീതികളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും രണ്ട് രീതികളിലാണ് ഒരു റെസിസ്റ്റർ നമുക്ക് സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സീരീസ് ആയിട്ടും ഒന്ന് പാരലൽ ആയിട്ടും. ഇത് നമ്മൾ നോക്കുന്നത് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റർ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനോടൊപ്പം സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒറ്റ ബ്രാഞ്ചിലൂടെയാണ്. ആ ബ്രാഞ്ചിൽ തന്നെ നമ്മൾ റെസിസ്റ്റർ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർക്യൂട്ടുകളെ നമുക്ക് പറയാം സീരീസ് ആയിട്ടാണ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബോഡി കാണുന്നത് ഒരു സർക്യൂട്ടാണ്. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് എ ബി സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതേ ബ്രാഞ്ചിൽ തന്നെ R1 R2 R3 എന്ന് പറയുന്ന ഈ മൂന്ന് റെസിസ്റ്ററുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് സീരീസ് ആയിട്ട് റെസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് എന്ന്. ഇനി ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഓം നിയമമാണ്. ഓം നിയമം ഞാൻ എഴുതുകയാണ്. V = I × R. ഓം നിയമത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമുകൾ ഒന്നാണ്. ഇതിൽ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സർക്യൂട്ടിൽ കറണ്ടിന് ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സർക്യൂട്ട് നോക്കാം. A B C D എന്ന് പറയുന്ന സർക്യൂട്ടാണ്. ഓക്കെ, ഇതിൽ മറ്റ് ബ്രാഞ്ചുകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 ആംപിയർ ആണ് സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ E എന്ന് പറയുന്ന പോയിന്റിലും F എന്ന് പറയുന്ന പോയിന്റിലും G എന്ന് പറയുന്ന പോയിന്റിലും അഥവാ ഈ അമ്മീറ്ററിലാണെങ്കിൽ തന്നെയും നമുക്ക് ലഭിക്കുന്നത് 5 ആംപിയർ കറണ്ട് തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നത് ഈ സർക്യൂട്ടിൽ എവിടെ നമുക്ക് കിട്ടുന്നത് 5 ആംപിയർ കറണ്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി സീരീസ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അവിടെ കറണ്ടിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. റെഡി, ഇനി നമുക്ക് സർക്യൂട്ടിൽ വോൾട്ടേജിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ട് മീറ്ററുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ R1 പാരലൽ ആയിട്ട് ഞാൻ V1 കണക്ട് ചെയ്തു, R2 പാരലൽ ആയിട്ട് V2 കണക്ട് ചെയ്തു, R3 പാരലൽ ആയിട്ട് ഞാൻ V3 കണക്ട് ചെയ്തു. ഈ സമയത്ത് സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇവിടെ V1 ലും V2 ലും V3 റീഡിംഗ് മാറ്റമുണ്ട്. ഓക്കെ, V1 വ്യത്യാസമാണ്, V2 വ്യത്യാസമാണ്, V3 വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്ററുടെ കൂട്ടം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ കറണ്ടിന് മാറ്റമൊന്നുമില്ല, പക്ഷെ വോൾട്ടേജിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ V1 എന്ന് എഴുതി, V2 എന്ന് എഴുതി, V3 എന്ന് എഴുതുകയാണ്. റെഡി, സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് V1 V2 V3 ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അത് എത്രയാണ് എന്ന് അറിയുന്നതിന് നമുക്ക് ഓം നിയമം ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ V1 ആണ് കണ്ടുപിടിക്കുന്നത്. R1 ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 is equal to V is equal to I into R ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന I എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, Iക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ V1 is equal to I എന്ന് മാത്രമേ എഴുതൂ. ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ആണ്. സോ V1 is equal to I into R1. V2 is equal to Iക്ക് മാറ്റമില്ല, ഞാൻ വീണ്ടും I തന്നെ എഴുതി. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ R2 ആണ്. V3 എന്ന് പറയുന്നത് Iക്ക് മാറ്റമില്ല. സോ I into R2. റെഡി, ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ആണ് V1 V2 V3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയി പോകുന്നത്.
നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. സോ ടോട്ടൽ വോൾട്ടേജ് V is equal to V1 plus V2 plus V3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ V എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഓം നിയമപ്രകാരം I into R ആണ്. V1 എന്ന് പറയുന്നത് I into R1 ആണ്. V2 എന്ന് പറയുന്നത് I into R2 ആണ്. V3 എന്ന് പറയുന്നത് I into R3 ആണ്. ഓക്കെ, ഞാനിതിൽ കോമൺ ആയിട്ടുള്ള I മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. I is equal to R1 plus R2 plus R3 ആണ്. I into R. റെഡി? ഈ രണ്ട് ഭാഗം LHS-ലും RHS-ലും I ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ I ക്രോസ് ചെയ്യാണ്. സോ R is equal to എനിക്ക് R1 plus R2 plus R3 എന്ന് ലഭിക്കും. R1, R2, R3 എന്നീ മൂന്ന് റെസിസ്റ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് ആ റെസിസ്റ്ററുകളുടെ സമ്മാണ്, അല്ലെങ്കിൽ അവ മൂന്നും കൂട്ടിയാലുള്ള തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ആനിമേഷൻസ് വീഡിയോസ് നമുക്ക് കാണാം. നിങ്ങൾ കൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ആ വീഡിയോസ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരു സർക്യൂട്ടാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 3 റെസിസ്റ്ററുകളും R1, R2, R3 ഇവ സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സീരീസ് ആയിട്ട് റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന സമയത്ത് വോൾട്ടേജ് കറണ്ടിനുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യം നമുക്ക് കറണ്ട് നോക്കാം. ചിത്രത്തിലൂടെ നിങ്ങൾ കാണുന്നത് കറണ്ട് തുടർച്ചയായി സർക്യൂട്ടിൽ പാസ് ചെയ്യുന്നുണ്ട്. മറ്റു ബ്രാഞ്ചുകളൊന്നും തന്നെ ഇല്ല. കറണ്ട് സെയിം ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ റീഡിങ്ങിലും നമുക്ക് ലഭിക്കുന്നത് സെയിം കറണ്ട് തന്നെയാണ്. നമുക്ക് പറയാൻ കഴിയും ഒരേ കറണ്ട് തന്നെയാണ് ഈ സർക്യൂട്ടിൽ എല്ലാ ഭാഗത്തും ലഭിക്കുന്നത് സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് വോൾട്ടേജ് നോക്കാവുന്നതാണ് വോൾട്ട് മീറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട്. അതിനുവേണ്ടി R1, R2, R3 എന്നീ 3 റെസിസ്റ്ററുകൾക്ക് അക്രോസ് ആയി ഞാൻ എൻ്റെ വോൾട്ട് മീറ്റർ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ക്യാപിറ്റൽ V ഉപയോഗിക്കുന്നു. ഇനി ഓരോ റെസിസ്റ്ററിലും ഉള്ള വോൾട്ടേജ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ റെസിസ്റ്ററിലും വോൾട്ട് മീറ്റർ പാരലലായിട്ട് ഘടിപ്പിക്കുന്നുണ്ട്. ഈ സമയം എനിക്ക് ലഭിക്കുന്നത് ഓരോ വോൾട്ട് മീറ്ററിലും വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ R1-ന് നേരെ ഞാൻ V1 എന്നും R2-ന് നേരെ V2 എന്നും R3-ക്ക് നേരെ V3 എന്നും എഴുതുന്നു. ഈ V1, V2, V3 എന്നിവ സം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് മെയിൻ വോൾട്ടേജ് ആണ്. സോ എനിക്ക് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാൻ കഴിയും. ഇവിടെ സർക്യൂട്ടിൽ കറണ്ട് സെയിം ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 വ്യത്യസ്ത റെസിസ്റ്റൻസ് ആണ്. R1, R2, R3. വോൾട്ടേജ് V1, V2, V3 ഡിഫറൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഞാൻ ഓം നിയമത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് V is equal to I into R എന്ന് എഴുതുന്നു. ഇനി എനിക്ക് V1 കണ്ടുപിടിക്കണം. V1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് റെസിസ്റ്റർ ആണ്. സോ എനിക്ക് V1 എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും അതിൻ്റെ റെസിസ്റ്റൻസുമാണ്. എനിക്ക് V1 ഈസ് ഈക്വൽ ടു I into R1 എന്ന് എനിക്ക് എഴുതാൻ കഴിയും. I എന്ന് പറയുന്നത് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ I1, I2, I3 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ V1 ഈസ് ഈക്വൽ ടു I into R1. അതുപോലെ V2 ഈസ് ഈക്വൽ ടു I into R2 എന്ന് എനിക്ക് എഴുതാം. V3 ഈസ് ഈക്വൽ ടു I into R3 എന്നും എഴുതാം. ഇനി നിങ്ങൾ ബ്ലാക്ക് രീതിയിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ റെഡ് രീതിയിൽ കാണിച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. V എന്ന് പറയുന്നത് I into R ആണ്. V1 എന്ന് പറയുന്നത് I into R1 ആണ്. V2 എന്ന് പറയുന്നത് I into R2 ആണ്. V3 എന്ന് പറയുന്നത് I into R3 ആണ്. ഇവിടെ കറണ്ട് എന്നത് കോമൺ ആണ്, അല്ലെങ്കിൽ ഒരേ വാല്യൂ ആണ് നമുക്ക് കറണ്ടിന് ലഭിക്കുന്നത്. ഞാൻ കറണ്ട് ക്രോസ് ചെയ്ത് ഒഴിവാക്കി R is equal to R1 plus R2 plus R3. റെസിസ്റ്റർ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെയുള്ള
എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള റെസിസ്റ്റൻസിന്റെ സം ആണ്, അല്ലെങ്കിൽ ആകെ തുകയാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇതാണ്. ചോദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ചോദ്യത്തിൽ പറഞ്ഞ ഇത്രയുമാണ്. 2 ohm, 4 ohm, 6 ohm എന്നീ 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കറണ്ടിന്റെ അളവ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അതിൽ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഗിവൺ ഡാറ്റാസ് നമുക്ക് എഴുതി നോക്കാം. സോ R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്ററുകളാണ് എന്റെ കയ്യിലുള്ളത്. R1 എന്ന് പറയുന്നത് 4 ohm ആണ്, R2 എന്ന് പറയുന്നത് 2 ohm ആണ്, R3 എന്ന് പറയുന്നത് 6 ohm ആണ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് ആദ്യം വരയ്ക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഇവിടെ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. 4 ohm, 2 ohm, 6 ohm എന്നീ റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. R is equal to R1 plus R2 plus R3 ആണ്. സോ 4 plus 2 plus 6 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് 12 ohm റെസിസ്റ്റർ ആണ് നമ്മുടെ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I ആണ്. നമുക്ക് ഓം നിയമം ഉപയോഗിച്ച് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. V is equal to I into R ആണ്. ഓക്കെ, ഇത് V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. സോ I is equal to എനിക്ക് V by R എന്ന് എഴുതാൻ കഴിയും. റെഡി? നമുക്കറിയാം V എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്, R എന്ന് പറയുന്നത് 12 ohm ആണ്. ഞാനിവിടെ എഴുതുകയാണ്. 12 divided by 12 ആണ്. സോ ക്രോസ് ചെയ്ത് പോകും, 1 ആയിട്ട് നമുക്ക് ലഭിക്കും. I എന്ന് പറയുന്നത് കറണ്ട് ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. സോ ആൻസർ ആയിട്ട് നമുക്ക് 1 ആംപിയർ എന്ന് ലഭിക്കും. ഓക്കെ, ഇത്രയുമാണ് സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം വർക്ക്ഷീറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇത്രയുമാണ് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജി. താങ്ക് യു.